പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ്. കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന കുറെ പദ്ധതികളെ കുറിച്ചും ഒപ്പം തന്നെ സംസ്ഥാനത്തും അപ്പുറത്ത് കേന്ദ്രത്തിൽ നടന്ന ചില പദ്ധതികളെ കുറിച്ചും ഒക്കെ വിശദമായ ഒരു പ്രസംഗം അദ്ദേഹം നടത്തുകയായിരുന്നു. ഇന്ന് പ്രധാനമായും അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള തന്നെ ഈ തെരുവുകളിൽ കച്ചവടം നടത്തുന്ന ആളുകൾ, ആ 10,000-കണക്കിന് ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് പദ്ധതി, അതാണ് അദ്ദേഹം പ്രധാനമായും ഇന്ന് ഉദ്ഘാടനം ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. ആ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രം 600 പേർക്ക് ഇത്തരത്തിൽ ഈ പദ്ധതി കൊണ്ട് ഗുണം ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, കേരളത്തിൽ ഒരു പുതിയ ദിശാബോധം നൽകുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആരോഗ്യ രംഗത്തുണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം, അത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടങ്ങാൻ പോകുന്ന റേഡിയോളജിക് സർജറി വിഭാഗത്തിൻ്റെ ഒരു ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെയുമാണ് അദ്ദേഹം നിർവഹിച്ചത്. അങ്ങനെ സമൂലമായി കേരളത്തിൽ വരാൻ പോകുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം പറയുകയായിരുന്നു. കേവലം ഒരു 20 മിനിറ്റ് സംസാരിച്ച കാര്യങ്ങളിൽ അദ്ദേഹം കേരളത്തിൽ നിന്നും പുറപ്പെടാൻ പോകുന്ന ട്രെയിനുകളുടെ അല്ലെങ്കിൽ പുതുതായി ആരംഭിച്ച 4 ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം അതുപോലെ CSIR ഇന്നോവേഷൻ, അതായത് നമ്മുടെ ഈ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ഒരു ഗവേഷണ പദ്ധതിയാണ്. അതായത് ഈ സ്പൈസസ്, അതായത് കൃത്യമായി ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഏലക്കായ് ഉൾപ്പെടെയുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട അവയുടെ ഒരു ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പദ്ധതി CSIR എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തെ പാപ്പനംകോടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി തുടങ്ങുന്നതിന് ആവശ്യമായ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തറക്കല്ലിടൽ കർമ്മം കൂടി അദ്ദേഹം നിർവഹിച്ചു. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളുടെ തറക്കല്ലിടിയിലും നിർമ്മാണ ഉദ്ഘാടനവും ഒപ്പം ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ആദ്യ ഉദ്ഘാടന ചടങ്ങിൽ പൂർത്തിയാക്കിയത്. ഇപ്പോൾ തൊട്ടടുത്തുള്ള BJPയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി അദ്ദേഹം പോയി കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ ചടങ്ങുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിലാണ് ഏറ്റവും കൂടുതൽ പ്രഖ്യാപനങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം BJP കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമെന്നും തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ബ്ലൂ പ്രിൻ്റ് തന്നെ പുറത്തിറക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും അധികാരത്തിലേറി 27-ാം ദിവസം തന്നെ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുന്നു, തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ സർക്കാർ സംബന്ധമായ ചില കേന്ദ്ര സർക്കാർ സംസ്ഥാനം നടപ്പിലാക്കുന്ന ചില പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം ഏകദേശം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അദ്ദേഹം ആ പരിപാടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം തൊട്ടടുത്തുള്ള വേദിയിൽ തന്നെയാണ് BJPയുടെ പരിപാടികൾ നടക്കുന്നത്. അവിടേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ പരിപാടിയിൽ ഒട്ടുമിക്ക BJP നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഇന്നലെ BJPയിലേക്ക് ചേർന്ന 2020 നേതാക്കന്മാരുണ്ട്. അങ്ങനെ ഒരു വലിയ തരത്തിലുള്ള ഒരു യോഗമാണ് അവിടെ നടക്കുന്നത്. ആ യോഗ പരിപാടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. നിലവിൽ കേരളത്തിന് വലിയ തരത്തിലുള്ള പിന്തുണ ഉണ്ടാകും എന്നൊരു അറിയിപ്പ് കൂടി പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് ഈ തെരുവ് കച്ചവടക്കാരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. അവർക്ക് ബാങ്കിൽ നിന്ന് ലോണുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ PM സ്വനിധി പദ്ധതി അനുസരിച്ചുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് സംവിധാനം അവർക്ക് നൽകുന്നത്. ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഏകദേശം 1 ലക്ഷം രൂപ വരെ അവർക്ക് പിൻവലിക്കാൻ കഴിയുന്ന തരത്തിൽ അവരുടെ അക്കൗണ്ടിൽ ഉണ്ടാകും. അതുപയോഗിച്ച് അവർക്ക് തെരുവ് കച്ചവടങ്ങൾ നടത്താൻ കഴിയും. ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഇതാദ്യമായിട്ടാണ്. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ തെരുവിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് വലിയ തരത്തിലുള്ള സഹായകരമാകും എന്നുള്ള പ്രതീക്ഷയും പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന 4 ട്രെയിനുകൾ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും ചെന്നൈ താമ്പരത്തേക്കും ഒപ്പം തന്നെ പുറപ്പെടുന്ന 4 ട്രെയിനുകളുടെ, അതും
അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത്. അങ്ങനെ ആ ഉദ്ഘാടന കർമ്മങ്ങളെല്ലാം തന്നെ 20 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ചടങ്ങിൽ അധ്യക്ഷനായി ഉണ്ടായിരുന്നു. അദ്ദേഹവും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിവരിച്ചു. കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ BJPയുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ BJPക്ക് ഭരണം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ചടങ്ങ് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെ വലിയ തരത്തിലുള്ള പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 10:30 കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നതെങ്കിലും 15 മിനിറ്റോളം വൈകിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരം മുതൽ ഏകദേശം ഈ പ്രധാന ചടങ്ങ് നടക്കുന്ന പുത്തരിക്കണ്ടത്തിന് സമീപം 100 മീറ്റർ ദൂരെ വരെ അദ്ദേഹം വാഹനത്തിനകത്ത് സഞ്ചരിച്ചു. അതിനുശേഷം 150 മീറ്റർ, അതായത് പുത്തരിക്കണ്ടത്തിന് തൊട്ടടുത്ത് നിന്ന് ആണ് അദ്ദേഹം റോഡ് ഷോ നടത്തി വന്നത്. വാഹനത്തിൽ എഴുന്നേറ്റ് നിന്ന് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്ന ആളുകളെ കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രധാന ഉദ്ഘാടന വേദിയിലേക്ക് പോയത്. വലിയ തരത്തിലുള്ള ജനക്കൂട്ടം രാവിലെ മുതൽ തന്നെ നഗരത്തിൽ ഉണ്ടായിരുന്നു. ഇനി എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, പ്രസ്താവനകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവും, അത് മനസ്സിലാക്കാനും അത് കേൾക്കുന്നതിന് വേണ്ടി മാത്രമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പലർക്കും വീടുകളില്ല, ചേരികൾ പോലുള്ള പ്രദേശങ്ങളിലാണ് അവർ താമസിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ നൽകും എന്ന ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ബൃഹത്തായ പ്രഖ്യാപനം ഇനിയിപ്പോൾ ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ BJP സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത്. ഈ റെയിൽവേയും സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ഉദ്ഘാടന ചടങ്ങിൽ കൂടുതൽ ആളുകൾക്ക് പ്രവേശനമില്ലായിരുന്നു. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ചില ആളുകൾക്കും സംസ്ഥാനത്തു നിന്നുള്ള സർക്കാരിൻ്റെ പ്രതിനിധികളും ഒപ്പം MP-മാരും MLA-മാരും മാത്രമാണ് പങ്കെടുത്തത്. ഇനിയാണ് പൊതുജനങ്ങൾ കൂടി പങ്കെടുക്കുന്ന വലിയ ഒരു പരിപാടി തൊട്ടടുത്ത് തന്നെ നടക്കുന്നത്. അവിടേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ അവിടുത്തെ ഉദ്ഘാടന ചടങ്ങുകളും ഒപ്പം തന്നെ പ്രധാനമന്ത്രി പ്രസംഗവും ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. MS ആ പരിപാടിയിൽ കിറ്റെക്സ് MD-യും 2020-യുടെ സാരഥിയുമായിട്ടുള്ള സാബു ജേക്കബ് മുൻനിരയിൽ തന്നെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. വിശ്വാസ സുരക്ഷിത വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യമാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് ആ വേദിയുടെ പശ്ചാത്തലത്തിൽ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട പദവികൾ, പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ, തിരുവനന്തപുരത്തിന് നൽകാൻ പോകുന്ന പദവികൾ, തിരുവനന്തപുരത്തിന് നൽകാൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ എന്നിവ സ്വന്തം പാർട്ടിയുടെ വേദിയിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കുന്നതിലൂടെ അത് കേന്ദ്ര സർക്കാരിനേക്കാൾ ഉപരി BJPയുടെയും സംഘപരിവാറിൻ്റെയും സംഭാവനയാണ് ഈ നേട്ടങ്ങൾ എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നാം കാണേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് ലഭിച്ച 3 അമൃത് ഭാരത് അടക്കം 4 ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഇപ്പോൾ രണ്ടാമത്തെ പൊതുപരിപാടി എന്ന് പറയാൻ കഴിയില്ല, BJPയുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. അവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് എത്തിയ പ്രധാനമന്ത്രിയെ നേരത്തെ സ്വീകരിച്ചു. വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോ ആയിട്ടാണ് പ്രധാനമന്ത്രി റെയിൽവേയുടെ പരിപാടിയിലേക്ക് എത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസന നയരേഖ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. നികുതി ഇളവ് കൂടുതൽ പ്രയോജനം കേരളത്തിന് ലഭിക്കുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ദരിദ്ര കുടുംബങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ആ പദ്ധതി സഹായിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. തിരുവനന്തപുരത്തെ ശാസ്ത്രത്തിൻ്റെ ഹബ്ബാക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. വികസിതമായൊരു കേരളത്തിലൂടെ മാത്രമേ വികസിതമായ ഭാരതം പൂർണ്ണമാകൂ എന്ന് മോദി സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ റെയിൽവേ യാത്രാ സൗകര്യം ഇന്നു മുതൽ കൂടുതൽ ശക്തമാകുമെന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. രാജ്യത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായി തിരുവനന്തപുരത്തെ മാറ്റുന്നതിനുള്ള ആദ്യ ചുവട് ഇന്ന് വയ്ക്കുകയാണെന്നും പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വികസനത്തിന് പുതിയ പാത തുറക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഇന്ന് പുതിയ ദിശാബോധം കൈവന്നിരിക്കുന്നുവെന്ന് മോദി സൂചിപ്പിക്കുകയുണ്ടായി. VV രാജേഷിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് VV രാജേഷ് അഭിമാനമാണെന്നും തൻ്റെ പഴയകാല സുഹൃത്താണ് എന്നും സൂചിപ്പിക്കുകയുണ്ടായി. അത്യധികം സന്തോഷത്തോടു കൂടിയാണ് പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് വരവേറ്റതെന്നും കേരളത്തിന് അനുവദിച്ച പദ്ധതികൾക്ക് നന്ദി പറയുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ
പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ച പ്രധാനമന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രിയും ഗവർണറും ഉണ്ടായി. ഇപ്പോൾ BJPയുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയുള്ള സ്നേഹ